ഞങ്ങളൊരു ഭാഗ്യമാണ് ചിലങ്ക കെട്ടി സ്റ്റേജിൽ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഇനി എൻ്റെ മോളെയും കളിപ്പിക്കണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലോക്കായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർക്ക്, ശാരീരിക ടീച്ചർക്കും ബ്ലോക്കിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പ്രതീക്ഷ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആൻഡ് BDA. ജില്ലാ സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണവും ചേർന്ന് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ്. ഈ പദ്ധതിയിൽ കീഴിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 5 പഞ്ചായത്തുകളിൽ 8 മുതൽ 58 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായും മോഹിനിയാട്ടം പരിശീലനം നടത്തിയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിവ്യ ഗോപിനാഥ്, വജ്ര ജൂബിലി ഫെലോഷിപ്പിൻ്റെ എറണാകുളം ജില്ലാ കോർഡിനേറ്ററാണ്. ഒരുപാട് സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ 2.5 വർഷത്തെ ഒരു കാലം കലാവിദ്യാഭ്യാസം ഓരോ ജില്ലകളിൽ എല്ലായിടങ്ങളിലും എത്തിക്കുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ച് കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന ഈ ഒരു പരിപാടിയുടെ ഒരു അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ ഏറ്റവും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അരങ്ങേറാനുള്ള ഒരു സ്റ്റേജ് ഒരുക്കുക, അവർക്ക് അവരുടെ കലാവാസന എല്ലാവരിലേക്കും കാഴ്ചവെക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വരുന്ന 7-ാം തീയതി ഒക്ടോബർ 7-ന് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരിയായിട്ടുള്ള ശാരികയുടെ പറവൂർ ബ്ലോക്ക് ക്ലസ്റ്ററിൽ പ്രവർത്തിക്കുന്ന മോഹിനിയാട്ടം ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ശാരികയുടെ 35ഓളം വിദ്യാർത്ഥികൾ അരങ്ങേറുകയാണ്. എൻ്റെ പേര് രാജീലാല്. ഞാൻ ഒരുപാട് നാളായി ചെറുപ്പത്തിൽ പഠിച്ചതാണ് കുറച്ചൊക്കെ, പിന്നെ വലുതായി പഠിക്കണമെന്ന് വിചാരമുണ്ട്. ഇവരുടെ കുടുംബ പ്രാരബ്ധം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് 56 വയസ്സുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഇതിൽ കുറേ ബുദ്ധിമുട്ടി പഠിച്ചതാണ്. ടീച്ചറിൻ്റെ സഹായമാണ് ഏറ്റവും കൂടുതൽ. വയസ്സായ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ടീച്ചർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രമീള, മോഹിനിയാട്ടം ഡാൻസ് പഠിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഒരു മോഹിനിയാട്ടത്തിൽ എനിക്ക് കാൽച്ചിലങ്ക അണിയാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല.